നമ്മളെ പരിചയത്തിലുള്ളവരൊക്കെ തെറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ അറിഞ്ഞത്. ഇതിന് ശേഷം നവകേരള സദസ്സിന് ശേഷമാണെന്ന് പറയുന്നത്. അത് പൊളിഞ്ഞു. അല്ലെങ്കിൽ പോലീസ് പറയട്ടെ, എറണാകുളത്ത് നിന്ന് കാർ മാർഗേണ MDMA യാത്ര തിരിച്ചിട്ട് കാസർഗോഡ് എത്തുന്നവരെ ഞങ്ങളിത് അറിഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ല. വേറെ സ്ഥലത്തും പോലീസ് തടഞ്ഞിട്ടുണ്ട്. തടഞ്ഞതിനെ ആ തടസ്സം നീക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അത് ആ രാഷ്ട്രീയ ബന്ധത്തെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 4 വർഷത്തെ തടവെന്ന് പറയുന്നത് വന്നേ മാതരം ചൊല്ലുമ്പോൾ അനാദരവ് കാണിക്കുന്നവരോടാ. അല്ല, വന്നേ മാതരം 6 ചരണവും ചൊല്ലിക്കോണമെന്നും പറഞ്ഞുകൊണ്ട് നിയമം പാസ്സാക്കി എടുത്ത് വെച്ചിട്ടില്ല. കേരള മുഖ്യമന്ത്രിക്കെതിരായിട്ട് പോസ്റ്റ് ഇടാൻ പാടില്ലെന്ന് കേന്ദ്രം പറയേണ്ട കാര്യം എന്താ? അപ്പോൾ കേന്ദ്രം ആവാൻ സാധ്യതയില്ല, പിന്നെ കേരളമല്ലേ പറ്റുള്ളൂ. അതങ്ങനെയാണ്. പ്രാദേശിക അധികാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ അവർ മറുപടിയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതിന് വല്ല അർത്ഥമുണ്ട്. 4 രീതിയിലെ പോസ്റ്റുകൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അല്ലെങ്കിൽ എക്സ് ആയാലും മാറ്റാൻ വഴിയുള്ളൂ. ഒന്ന്, ഈ മെറ്റ തന്നെ, ഈ പ്ലാറ്റ്ഫോം തന്നെ അവരുടെ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. എന്ന് വെച്ചാൽ വളരെ വയലൻസ് കാണിക്കുന്നത്, അശ്ലീലം ആയിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ പോസ്റ്റുകൾ അവർക്ക് നീക്കം ചെയ്യാം. ഇതിനിടയിൽ ഇന്ത്യ സർക്കാർ IT നിയമം ഭേദഗതി ചെയ്തിട്ട് ഇന്ത്യ സർക്കാരോ സംസ്ഥാന സർക്കാരോ ആവശ്യപ്പെട്ടാൽ ആ പോസ്റ്റുകൾ നീക്കം ചെയ്യണം എന്നൊരു ഭേദഗതി കൊണ്ടുവന്നു. അനുസരിച്ചില്ലെങ്കിലോ ജനങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പോ രാജ്യവിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നൊക്കെയുള്ള കൃത്യങ്ങളാണെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനെയും കേസിൽ കക്ഷി ചേർക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു കേസിൽ ഉൾപ്പെടണ്ട എന്നാണ് ആഗ്രഹമെങ്കിൽ അവർ പോസ്റ്റ് നീക്കം ചെയ്യണം. ഇതാണ് ഈ ഭേദഗതി. അപ്പം അതനുസരിച്ച് ഒരു പ്ലാറ്റ്ഫോമും തർക്കത്തിൽ പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കേസ് നടത്താനോ നോക്കാനായിട്ട് അവർക്കിപ്പോൾ ഇവിടെ ഒരു മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവർക്കെന്താ പ്രശ്നമുള്ളത്? അവരുടെ വരുമാനം ഇതായിട്ട് വല്ലതും ബാധിച്ചിരിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടാൽ അവർ നീക്കം ചെയ്യും. ഇതുപോലെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാലും നീക്കം ചെയ്യും. 4മതൊന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് പ്രത്യേക രീതിയിലുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യണം, നമ്മുടെ മുഖ്യമന്ത്രി വിമർശിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യണം എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇന്ന ആളുകൾ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നീക്കം ചെയ്യണം. ഇതിങ്ങനെ തുടർച്ചയായിട്ട് 2-3 പ്രാവശ്യം പറയുമ്പോൾ കമ്പ്യൂട്ടർ ഇത് പഠിക്കും. അതിന് ഫിംഗർ പ്രിൻ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നീക്കം ചെയ്യും. ഇത് ഈ 4 രീതിയിലേ പറ്റുള്ളൂ. അതിൽ മെറ്റ തന്നെ മറുപടി തന്നു. ഞാൻ ഈ പോസ്റ്റുകളുടെ പടങ്ങളെല്ലാം ഇട്ടിട്ട് ചോദിച്ചു, ഇതിൽ വല്ലതും നിങ്ങളുടെ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതുണ്ടോ? ഇല്ല എന്നവർ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇല്ല. വിശദീകരണം പറഞ്ഞിട്ട് ഇല്ല. പിന്നെ എന്തുകൊണ്ട് നീക്കി? അതിനിവർ വിശദീകരണം നൽകിയില്ലെങ്കിലും ഗൂഗിൾ വിശദീകരണം നൽകി. അവരിത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ IT നിയമപ്രകാരം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ എനിക്കിത് കിട്ടിയ മറുപടിയിൽ പ്രാദേശിക അധികാരികൾ എന്താ പറയുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ പോസ്റ്റിനോടൊപ്പം ഈ നീക്കം ചെയ്ത പടങ്ങൾ വീണ്ടും
പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇതും ഉടനെ പോണ്ടേ? അതുണ്ടായിട്ടില്ല. അപ്പം അതിൽ നിന്ന് ഞാൻ അനുമാനിക്കുന്നത് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണെന്നാണ്. രണ്ടാമതൊരു വിഷയമുള്ളത്, ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ MDMA കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതി അത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിനിടെ കരിങ്കൊടി കാണിക്കുകയും പോലീസിന്റെ ലാത്തിചാർജിന് വിധേയമാവുകയും അങ്ങനെ പരിക്ക് പറ്റി അദ്ദേഹത്തെ പോയി കണ്ടു എന്നാണ് പറയുന്നത്. അത് എന്നാണ് എന്നുള്ളത് ഡേറ്റിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അതിന് നാളുകൾക്ക് മുമ്പ് തന്നെ ഇവർ ഒരുമിച്ചുള്ള വീഡിയോസ്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരുന്നത്, ഈ പ്രതിയുടെ CDR പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര വട്ടം മുഖ്യമന്ത്രിയിലേക്ക് അല്ലെങ്കിൽ വിജിലൻസിലേക്ക് റിപ്പോർട്ട് കൊടുക്കുക, അത് പോലീസ് പരിശോധിക്കേണ്ട ഒരു ആവശ്യകതയില്ലേ? യഥാർത്ഥത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം പറഞ്ഞെങ്കിൽ പ്രശ്നം അവസാനിക്കില്ല. പക്ഷേ ആരും അദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപിക്കത്തില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞ് എനിക്കറിയാമായിരുന്നു, അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാം. നമ്മൾ പരിചയത്തിലുള്ളവരൊക്കെ തെറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ അറിഞ്ഞത്. ഇതിന് ശേഷം നവകേരള സദസ്സിന് ശേഷമാണെന്ന് പറയുന്നത്. അത് പൊളിഞ്ഞു. അതിക്ക് മുമ്പ് എത്രയോ പ്രാവശ്യം അറിയാം. നവകേരള സദസ്സിൽ ആൾക്ക് പരിക്കും പറ്റിയിട്ടില്ല. എന്തിനാ സത്യവിരുദ്ധമായിട്ടുള്ള ഈ കാര്യങ്ങൾ പറയാൻ പോയ? അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം പറയണ്ടേ? ഇനി പറയണം. അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഇദ്ദേഹത്തെ അറിഞ്ഞത് ഈ നവകേരള സദസ്സിൽ പരിക്ക് പറ്റിയ ഒരു പ്രവർത്തകൻ എന്ന രീതിയിലാണ്. അതങ്ങനെയൊന്നുമല്ല, എത്രയോ ബന്ധങ്ങൾ അതിക്ക് മുമ്പുണ്ട് എന്നുള്ള എവിഡൻസ് വന്നു കഴിഞ്ഞിരിക്കുന്നത്. അപ്പം മുഖ്യമന്ത്രി പ്രത്യേകിച്ചൊരു പ്രകോപനവും ഇല്ലാതെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറയുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇവിടെ വന്ദേ മാതരം ചൊല്ലുന്നതിനെക്കുറിച്ച് കേന്ദ്രം ഇങ്ങനെ നിയമം ഉണ്ടായിപ്പോയി, ഇനി നിയമം അനുസരിക്കാൻ ഞാനെന്ത് ചെയ്യും? അങ്ങനെ നിയമമില്ലെന്ന്. 4 വർഷത്തെ തടവെന്ന് പറയുന്നത് വന്ദേ മാതരം ചൊല്ലുമ്പോൾ അനാദരവ് കാണിക്കുന്നവരോടാ. അല്ല, വന്ദേ മാതരം 6 ചരണവും ചൊല്ലിക്കോണമെന്നും പറഞ്ഞുകൊണ്ട് നിയമം പാസ്സാക്കി എടുത്ത് വെച്ചിട്ടില്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുന്നത് എന്താണ്? അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു രാഷ്ട്രീയ മര്യാദക്കും മാന്യതയ്ക്കും വിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. മറുപടി അക്കാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ ഭയപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ ഭയപ്പെടാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആ ലൈനിലേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നു. അത് തന്നെയാണ്. ഓരോ കാര്യത്തിനും കയറി അദ്ദേഹത്തെ മാന്താനൊന്നും നടക്കുന്നില്ല. പക്ഷെ തുടർച്ചയായിട്ട് അസംബന്ധം ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കഴിയുമ്പോൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ ലളിതമായിട്ട് നമുക്ക് വിശദീകരണവും അതിൻ്റെ വാസ്തവവും മനസ്സിലാക്കാൻ ഇന്ന് കഴിയും. വേറൊന്നും വേണ്ട. ഈ പടങ്ങൾ ഇട്ട് നോക്കിയിട്ട് മറ്റോട് തന്നെ ചോദിക്കാവുന്നതാണ്, എന്താണിത്, നിങ്ങളുടെ മാനദണ്ഡങ്ങൾക്ക് ഈ ചിത്രങ്ങൾ വിരുദ്ധമാണോ? അവർ പറയുന്നു അല്ല. അപ്പോൾ അവരല്ല. അപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വളരെ വ്യക്തം. കേരള മുഖ്യമന്ത്രിക്കെതിരായിട്ട് പോസ്റ്റ് ഇടാൻ പാടില്ലെന്ന് കേന്ദ്രം പറയേണ്ട കാര്യം എന്താ? അപ്പോൾ കേന്ദ്രം ആവാൻ സാധ്യതയില്ല, പിന്നെ കേരളമല്ലേ പറ്റുള്ളൂ. അതങ്ങനെയാണ്. പ്രാദേശിക അധികാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ അവർ മറുപടിയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതിന് വല്ല അർത്ഥമുണ്ട്? ആ പരിഹാസം അതിര് കവിഞ്ഞതാണ് കുഴിയിൽ വീഴാൻ കാരണം. ഈ പറഞ്ഞത് വാസ്തവവിരുദ്ധമാണെന്ന്. അപ്പോൾ പരിഹസിച്ചൊന്നും കാര്യങ്ങൾ അവസാനിപ്പിച്ച് പോകാൻ പറ്റില്ല. ഇതിലൊക്കെ രാഷ്ട്രീയ മാന്യത പാലിക്കാൻ തയ്യാറാവണം. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന സംബന്ധിച്ച കാർഡ് നീക്കം ചെയ്യാന്നൊക്കെ പറയുന്നത് ഏത് രാഷ്ട്രീയ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ്? പിടിക്കപ്പെട്ട പ്രതി ഇയാൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ
മായിട്ടുള്ള ബന്ധം, ആ സ്വാധീനം അയാൾ അതിൽ ഉപയോഗപ്പെടുത്തി എന്ന് തന്നെയാണോ അങ്ങ് കരുതുന്നത്? എന്താണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാറ് കാസർഗോഡ് വരെ തടസ്സമില്ലാതെ പോയി. ചില സ്ഥലങ്ങളിൽ നിർത്തി പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം ഇറങ്ങി വർത്തമാനം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കാർ അനുവദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രാഷ്ട്രീയ ബന്ധത്തെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആക്ഷേപം വന്നു കഴിഞ്ഞിരിക്കുന്നെന്ന്. അല്ലെങ്കിൽ പോലീസ് പറയട്ടെ, എറണാകുളത്ത് നിന്ന് കാർ മാർഗേണ MDMA ആയിട്ട് യാത്ര തിരിച്ചിട്ട് കാസർഗോഡ് എത്തുന്നവരെ ഞങ്ങളിത് അറിഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ല, വേറെ സ്ഥലത്തും പോലീസ് തടഞ്ഞിട്ടുണ്ട്. തടഞ്ഞതിനെ ആ തടസ്സം നീക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അത് ആ രാഷ്ട്രീയ ബന്ധത്തെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ CM തന്നെ പറയുന്നത് ഞങ്ങളുടെ തന്നെ റീഫണ്ട് പ്രകാരമല്ല ഇയാൾ പിടിയിലായത്, അങ്ങനെ ഭരണപക്ഷം കൂടി പറയുന്നു. അതെ, കാണാം. ഉത്തരവില്ല ഇതിനൊന്നും കേട്ടോ. പരിഹസിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലത്. ഒരു ചോദ്യം കൂടെ. ഇപ്പോൾ ഈ പറഞ്ഞ പ്രതിക്ക് ഈ നവകേരള സദസ്സിന് മുമ്പ് വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവുമായിട്ട് ബന്ധം ഉണ്ട് എന്നുള്ള തെളിയിക്കുന്ന വീഡിയോസും ദൃശ്യങ്ങളുമൊക്കെ വന്നു കഴിഞ്ഞു. CM-ന് തന്നെ അറിയാമല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് മനഃപൂർവ്വം മറച്ചു വെക്കുകയാണോ? പറഞ്ഞ് പത്രസമ്മേളനം കഴിഞ്ഞ് അരമണിക്കൂറിന് മുമ്പ് എതിർ തെളിവുകളൊക്കെ മാധ്യമങ്ങളിൽ വന്ന്. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ. അധികം നാളിങ്ങനെ പോകാൻ പറ്റില്ല. പ്രതിപക്ഷവും പഠിക്കുന്നുണ്ട് കേട്ടോ ഈ ഓരോ പ്രശ്നവും. ഇപ്പം എന്താ, മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയെങ്കിൽ ഫാക്ട് ചെക്കിങ് റെഡിയായിട്ട് വേറെ ടീം ഇരിക്കുകയാണ്. കാരണം ഉണ്ടാവും എന്നുറപ്പാണ്.